ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ക്രോസ് കട്ട് ബ്ലൗസിൻ്റെ കട്ടിംഗ് ആണ്. സ്റ്റിച്ചിങ് അടുത്ത വീഡിയോയിലാണ് കാണിക്കുന്നത്. അപ്പം ഇതാണ് കേട്ടോ മെയിൻ മെറ്റീരിയൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ലൈനിങ് ക്ലോത്തിലാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ലൈനിങ് ക്ലോത്ത് ഇതുപോലെ രണ്ടായിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ബ്ലൗസിൻ്റെ നീളം എത്രയാണ് അത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 15 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. കറക്റ്റ് നീളം വരുന്നത് 14 ഇഞ്ചാണ്. സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ 14 ഇഞ്ചിൽ നമുക്ക് കിട്ടും. 15 ഇഞ്ചിൽ നീളം എടുത്ത് കൊടുക്കാം. എന്നിട്ട് ഷോൾഡറിൻ്റെ വിടുത്ത് 6.5 ഇഞ്ചും ഷോൾഡറിൻ്റെ ലെങ്ത്ത് 6.5 ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ഒരു ലൈൻ വരച്ച് കൊടുക്കാം. ചെസ്റ്റ് വിടുത്ത് 9 ഇഞ്ച് പ്ലസ് 2 ഇഞ്ച് തയ്യൽ തുമ്പ് 11 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേസ്റ്റിൻ്റെ അവിടുത്തെ വണ്ണം 28 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 7 ഇഞ്ചാണ് കിട്ടുന്നത്. 7 ഇഞ്ചിൻ്റെ കൂടെ 1 ഇഞ്ച് നമ്മൾ ടക്ക് ഇട്ട് കൊടുക്കാനായിട്ട് എടുത്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ 8 ഇഞ്ചാണ്. 8 ഇഞ്ചിൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ചേർത്തിട്ട് 10 ഇഞ്ചാണ് നമ്മൾ വേസ്റ്റിൻ്റെ അവിടുത്തെ വണ്ണം എടുത്തു കൊടുക്കുന്നത്. പിന്നെ കൈക്കുഴീൻ്റെ അവിടെ ഒരു 1/4 ഇഞ്ച് ഇതുപോലെ ഷേപ്പ് ചെയ്തിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. നെക്ക് ഞാൻ ഇതിൽ കട്ട് ചെയ്തെടുക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് കാണിക്കുന്നതേ ഉള്ളൂ. നെക്കിൻ്റെ വിടുത്ത് 3.5 ഇഞ്ച്, നെക്കിൻ്റെ ലെങ്ത്ത് 10 ഇഞ്ച്. എന്നിട്ട് ഇതുപോലെ ബോക്സ് ഷേപ്പിൽ ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ക്യാൻവാസിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നെക്ക് സ്കാലപ്പ് ഡിസൈനാണ് ചെയ്ത് കൊടുക്കുന്നത് ബാക്കിൽ. എന്നിട്ട് നമുക്ക് ഫുള്ളായിട്ട് ഇതുപോലെ ബാക്ക് പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ടെക്കിൻ്റെ അവിടുത്തെ ടെക്ക് വണ്ണാണ്. 4 ഇഞ്ചാണ് ടെക്കിൻ്റെ അവിടുത്തെ വണ്ണം വരുന്നത്. അതിൻ്റെ നീളം വരുന്നത് 4.5 ഇഞ്ചാണ്. പിന്നെ 1 ഇഞ്ച് 2 സൈഡിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ടെക്ക് വരച്ചു കൊടുക്കാം. ഇതുപോലെയാണ് കേട്ടോ ബാക്ക് പോർഷൻ്റെ മാർക്കിംഗ് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ടാണ് നമ്മൾ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്തെടുക്കുന്നത്. ഈ ടെക്ക് നമ്മൾ 2 സൈഡ് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ ക്ലോത്ത് രണ്ടായിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ക്രോസിലാണ് നമ്മൾ ഈ ബാക്ക് പോർഷൻ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത്. ഇതുപോലെ നല്ല ക്രോസിലായിട്ടാണ് ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഫുള്ളായിട്ടത് മാർക്ക് ചെയ്ത് കൊടുക്കാം. മാർക്കിംഗ് ഒക്കെ അതുപോലെ തന്നെയാണ്. പിന്നെ ഈ ബട്ടൺസിൻ്റെ അവിടെ മാത്രം ഒരു 1/4 ഇഞ്ച് അധികമായിട്ട് എടുത്തു കൊടുക്കുന്നുണ്ട്. ബട്ടൺസിൻ്റെ ഇവിടെ ഒരു 1/4 ഇഞ്ചായിട്ട് അധികമായിട്ട് എടുത്തു കൊടുക്കാം. ബാക്കിയുള്ള മാർക്കിംഗ് അതേപോലെ തന്നെയാണ്. പിന്നെ താഴെ ഭാഗത്ത് 1 ഇഞ്ച് അധികം എടുത്തു കൊടുക്കുന്നുണ്ട്, മടക്കി തയ്ച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണത്. അപ്പം 1 ഇഞ്ചിൽ ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് നമ്മൾ സ്കെയിൽ വെച്ച് വരച്ചു കൊടുക്കാം. ബാക്ക് പോർഷൻ മാറ്റിയിട്ടുണ്ട്. ഇനി ഫ്രണ്ട് പോർഷനിൽ നമ്മൾക്ക് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാനുണ്ട്. നെക്കിൻ്റെ വിഡ്ത്ത് 2.25 ഇഞ്ച്. നെക്കിൻ്റെ ലെങ്ത്ത് നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനൊരു 6.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊരു ഒരു സ്ക്വയർ ഷേപ്പിൽ വരച്ചിട്ട് റൗണ്ട് ഷേപ്പാണ് വരച്ച് കൊടുക്കുന്നത്. പിന്നെ അവിടെ കൈക്കുഴീൻ്റെ അവിടെ ഒരു 1.5 ഇഞ്ച് അധികമായിട്ട് എടുത്ത് കൊടുക്കുന്നുണ്ട്. ടെക്ക് ഇട്ടിട്ട് വരുമ്പോൾ നമുക്ക് തുണി തികയാതെ വരും. അപ്പം 1.5 ഇഞ്ച് അധികമായിട്ട് എടുത്ത് കൊടുക്കാം. ഇനി നമുക്കത് ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. അതിനു മുമ്പേ നമുക്കെന്ത് ടെക്കിനുള്ള മാർക്കിംഗ് ഫ്രണ്ട് പോർഷനിലത്തെ ടെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. 4 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. മുകളിൽ ഷോൾഡറിൽ നിന്ന് താഴേക്ക് ഒരു 10.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ബാൻഡിൻ്റെ മാർക്കിംഗ് ആണ് ചെയ്യുന്നത് കേട്ടോ. ബാൻഡിൻ്റെ മാർക്കിംഗ് എന്ന് വെച്ചാൽ 2 സൈഡും 4 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. സെൻട്രലായിട്ട് 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഷേപ്പ് ചെയ്തിട്ട് വരച്ചു കൊടുക്കാം. ബാൻഡ് നമ്മൾ ഇതിൽ കട്ട് ചെയ്യുന്നില്ല. ഇത് ക്രോസ് പീസ് അല്ലേ, സ്ട്രെയിറ്റ് പീസിലാണ് നമ്മൾ ബാൻഡ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ ആ ബാൻഡിൻ്റെ മുകളിലായിട്ട് 3 ഇഞ്ച് ഗ്യാപ്പിൽ നമ്മൾ ഇതുപോലെ വരച്ചു കൊടുക്കുന്നുണ്ട് ടെക്കിനായിട്ട്. ഷോൾഡറിൽ നിന്ന് താഴത്തേക്ക് 10.5 ഇഞ്ചിലല്ലേ മാർക്ക് ചെയ്തെടുത്തത്. അവിടെ നിന്ന് താഴേക്ക് ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് 2 സൈഡ് ഒരു 1 ഇഞ്ച് ഗ്യാപ്പിൽ ടെക്ക് വരച്ചു കൊടുക്കുന്നുണ്ട്.
ഇതുപോലെ വരച്ചു കൊടുക്കാം. ഒരു ടെക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആ ബട്ടൺസിൻ്റെ അവിടെ വരുന്ന ടെക്കാണ് കേട്ടോ ഇനി ചെയ്യുന്നത്. ബട്ടൺസിൻ്റെ അവിടുത്തെ ടെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് അതിൻ്റെ വണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അതെന്ന് വെച്ചാൽ ബട്ടൺസിൻ്റെ അവിടുത്തെ നീളം ഉണ്ടല്ലോ അതിൻ്റെ ഹാഫ് എടുക്കാം. ഹാഫ് എനിക്ക് വരുന്നത് 3 ഇഞ്ചാണ്. അപ്പം അത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആ 3 ഇഞ്ചിൽ നിന്ന് നേരെ 4 ഇഞ്ചിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. മനസ്സിലായോ? അതായത് ബട്ടൺസിൻ്റെ അവിടുത്തെ നീളം എടുത്ത് കൊടുക്കാം. അതിന് നേരെ പകുതി 3 ഇഞ്ചാണ് എനിക്ക് വരുന്നത്. ആ 3 ഇഞ്ചിൽ നിന്ന് ഇതുപോലെ 4 ഇഞ്ചിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. 2 സൈഡിലും ഒരു 1/4 ഇഞ്ച് ഇതുപോലെ വരച്ചു കൊടുത്തിട്ട് ടെക്ക് വരച്ചു കൊടുക്കാം. ഇതുപോലെ വരച്ചു കൊടുക്കാം. അപ്പം ഈ ടെക്ക് വരുന്നത് ഒരു 1.25 ഇഞ്ചിൻ്റെ ഗ്യാപ്പിലാണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ മുകളിലും അതുപോലെ തന്നെ വരച്ചു കൊടുക്കാം. 1.25 ഇഞ്ച് വരച്ചു കൊടുക്കാം. എന്നിട്ട് കൈക്കുഴീൻ്റെ അവിടെ നിന്ന് ആ 1.25 ഇഞ്ചിലേക്കൊരു ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. 2 സൈഡും 1/4 ഇഞ്ച് വരച്ചു കൊടുത്തിട്ട് അതൊന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കാം. ഇതുപോലെ വരച്ചു കൊടുക്കാം. അങ്ങനെ ടെക്ക് 3 കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കുമ്പം ബാൻഡിൻ്റെ അവിടെ മാത്രമേ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. ഫുള്ളായിട്ട് കട്ട് ചെയ്ത് എടുക്കണ്ട. ബാൻഡ് നമ്മൾ വേറൊരു പീസിൽ കട്ട് ചെയ്ത് എടുക്കുന്നതല്ലേ. ജസ്റ്റ് ഇതിൽ മാർക്ക് ചെയ്യുന്നതേ ഉള്ളൂ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് നെക്കും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബാൻഡ് വരെ മാത്രം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ ടെക്ക് മറ്റേ സൈഡിലേക്കും വരാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. 2 ക്ലോത്തും ഇങ്ങനെ ഒരുമിച്ച് വെച്ചിട്ട് കൈ കൊണ്ടൊന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പം മറ്റേ സൈഡും അതുപോലെ പതിഞ്ഞ് വരും ടെക്കിൻ്റെ മാർക്ക്. ഇനി അതൊന്ന് വരച്ചു കൊടുക്കാം. ഇതുപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ബാൻഡിൻ്റെ പീസ് കട്ട് ചെയ്തെടുക്കാം. സ്ട്രെയിറ്റ് പീസിൽ ആണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ 2 ക്ലോത്താണ് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി 4 ഇഞ്ച് ഇതുപോലെ 2 സൈഡും 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നടുവിൽ സെൻട്രലായിട്ട് നമ്മൾ 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി അതൊന്ന് ഷേപ്പ് ചെയ്തിട്ട് വരച്ചു കൊടുക്കാം. ഇതുപോലെ ഷേപ്പ് ചെയ്തിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരറ്റം ഒരു ചെരിഞ്ഞ രീതിയിലും മറ്റേ അറ്റം സ്ട്രെയിറ്റ് ആയിട്ടാണ് വരുന്നത്. ഇനി അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ബാൻഡ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാം മെയിൻ ക്ലോത്തിൽ കട്ട് ചെയ്തെടുക്കാനുണ്ട്. അപ്പം ലൈനിങ് ക്ലോത്ത് ഇതുപോലെ മെയിൻ ക്ലോത്തിന് മുകളിലായിട്ട് വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം ഫ്രണ്ട് പോർഷൻ ക്രോസിൽ തന്നെ വെച്ചിട്ട് വേണം കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇതുപോലെ ക്രോസിൽ വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും ഒക്കെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബാൻഡും അതുപോലെ തന്നെ നമ്മൾ ഇതിൽ കട്ട് ചെയ്തെടുക്കാം. മെയിൻ ക്ലോത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്ലീവ് മാർക്കിംഗ് കൊടുക്കാം. സ്ലീവിൻ്റെ ലെങ്ത്ത് കൊടുത്തിട്ടുള്ളത് സ്ലീവിൻ്റെ ലെങ്ത്ത് എനിക്ക് വരുന്നത് 11 ഇഞ്ചാണ്. അപ്പോൾ 12 ഇഞ്ചിൽ ഞാൻ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 12 ഇഞ്ചിൽ നിന്ന് മുകളിലേക്കായിട്ട് ഒരു 3 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു പഫ് സ്ലീവ്, പൊങ്ങി നിൽക്കുന്ന പഫ് സ്ലീവ് ഉണ്ടല്ലോ, അതാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ടാണ് ഈ 3 ഇഞ്ച് ഇങ്ങനെ മുകളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് സ്ലീവിൻ്റെ വിഡ്ത്താണ് 9 ഇഞ്ച്. സ്ലീവിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം 9 ഇഞ്ച്. 9 ഇഞ്ചിൽ നിന്ന് താഴത്തേക്ക് ഒരു 3.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് ചെരിച്ചൊരു ലൈൻ വരച്ചു കൊടുത്തിട്ട് ഷേപ്പ് ചെയ്തിട്ട് വരച്ചു കൊടുക്കാം.
ഇതുപോലെ ഷേപ്പ് ചെയ്തിട്ട് വരച്ച് കൊടുക്കാം. താഴെ ഭാഗത്ത് നമ്മൾ സ്ലീവിൻ്റെ വണ്ണം 5.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പ്ലസ് 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് വരച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. നമുക്കതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സ്ലീവിൻ്റെ സെൻറ്റർ പോർഷൻ ഒന്ന് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് ബാൻഡ് നല്ല പോർഷനിൽ വെച്ച് നല്ല തുണിയിൽ വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാനുണ്ട്. ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം, എന്നിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കട്ട് ചെയ്യാനുള്ളത് നെക്കാണ്, ബാക്ക് നെക്ക്. സ്കാലപ്പ് ഡിസൈനാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം ക്യാൻവാസ് ഇതുപോലെ 2ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. 2ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് 5.5 ഇഞ്ച് വീതിയിലാണ് ഇതുപോലെ 2ആയിട്ട് ഫോൾഡ് ചെയ്തിട്ടുള്ളത്. ക്യാൻവാസിൻ്റെ നീളം ഒരു 11 ഇഞ്ചിൽ എടുത്ത് കൊടുക്കുന്നുണ്ട്. നെക്കിൻ്റെ വിഡ്ത്ത് 2.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. നെക്കിൻ്റെ ലെങ്ത്ത് 10 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് അതൊന്ന് ബോക്സ് ഷേപ്പിൽ വരച്ച് കൊടുക്കാം. എന്നിട്ട് അതിനെ ഒന്ന് റൗണ്ട് ഷേപ്പിൽ വരച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ വരച്ച് കൊടുത്തിട്ട് സ്കാലപ്പ് ഡിസൈൻ നമുക്ക് ഇതുപോലെ ഒരു കുപ്പിയുടെ അടപ്പോ അല്ലെങ്കിൽ പേപ്പറിൽ ഇതുപോലെ കട്ട് ചെയ്തെടുത്താലും മതിയാവും. അതിൻ്റെ ഉൾവശത്തായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അത് വരച്ച് കൊടുക്കാം. ഇതുപോലെ ഫുള്ളായിട്ട് ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട്. ഫുള്ളായിട്ട് ഇതുപോലെ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ പുറത്തേക്കായിട്ട് ഒരു 1 ഇഞ്ച് ഗ്യാപ്പിൽ ഇതുപോലെ വരച്ച് കൊടുത്തിട്ട് അതൊന്ന് റൗണ്ട് ഷേപ്പിൽ വരച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം അത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നെക്കിൻ്റെ കട്ടിങ്ങും കഴിഞ്ഞു. അപ്പോൾ കട്ടിങ് പാർട്ടെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. സ്റ്റിച്ചിങ് വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത നല്ല വീഡിയോ കഴിഞ്ഞ് സ്റ്റിച്ചിങ് പാർട്ട് അടുത്ത